ഉള്ളതല്ല, ഉള്ളതാണ്. പക്ഷെ എന്തോ കാര്യങ്ങൾ കൊണ്ട് ഇതിന്റെ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കും. ആ കുറവാണ്, ആ കുറവിന് കാരണമായ ചില സാഹചര്യങ്ങൾ ഞാൻ പറയും. നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാവുന്നതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഷെയറിങ് ഇൻഫർമേഷൻ, ഞാൻ പഠിച്ചതും ഗവേഷണത്തിൽ കണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് ജൈവ അജൈവമുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു നിങ്ങളിപ്പോൾ ഓർഗാനിക് സർട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പം എന്തുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ഓർഗാനിക് സർട്ടിഫിക്കറ്റ് ചില സമയത്തൊക്കെ ചിലർ പറയാറുണ്ട് ജൈവവളം മാത്രം കൊടുക്കുമ്പോൾ റിസൾട്ട് വരുന്നില്ല, എന്തുകൊണ്ട്, അല്ലെങ്കിൽ വളം കൊടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇതിലുള്ളത് മൈക്രോബ്സ് ആൻഡ് സോയിൽ ന്യൂട്രിയൻസ്. നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ ശരീരത്തിലുള്ള സൂക്ഷ്മജീവികളാണ്. അറിയോ? നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കോശങ്ങളെക്കാളും കൂടുതലുള്ളത് സൂക്ഷ്മജീവികളാണ്. അറിയോ? നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ബാക്ടീരിയ ആണ്. നമ്മുടെ കോശങ്ങളിനെ ക്രോസ് ചെയ്യും അവരുടെ എണ്ണം. നമ്മുടെ ചിന്ത സൂക്ഷ്മജീവികൾ. നമ്മുടെ ഡൈജഷൻ നമുക്കറിയാം. ദഹനക്കേട് സംഭവിക്കുക എന്നുള്ള പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഒരു സ്പോർ തരും അല്ലെ, ബാക്ടീരിയ സ്പോർ തരും, അത് കഴിച്ചോളാൻ പറയും. ലാക്റ്റിക് ആസിഡ് നമ്മൾ പറയും, തൈര് കഴിക്കാൻ വേണ്ടി പറയും, മുളക് കഴിക്കാൻ വേണ്ടി പറയും. ഇതിനാണ് പ്രൊബയോട്ടിക്സ്. നമ്മുടെ ഗട്ട് മൈക്രോബ്സ്. നമ്മുടെ അകത്ത് സൂക്ഷ്മജീവികൾ വേണം. ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന, നമ്മുടെ മൂഡ് നിയന്ത്രിക്കുന്ന, നമ്മുടെ എല്ലാം നിയന്ത്രിക്കുന്ന മണം പോലും. പുതിയ പഠനം നടക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ മണം എന്നുള്ളത് സൂക്ഷ്മജീവികളുടെ ഇൻഫ്ലുവൻസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ബാക്ടീരിയ, ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്ടീരിയ. ഏറ്റവും പുതിയ പഠനം പറയുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അമ്മയുടെ പിന്നെ എക്സ്ക്രീറ്ററി ഓർഗൻസിന്റെ ഭാഗത്താണ്. അപ്പോൾ വായ തുറന്ന ഫസ്റ്റ് മൈക്രോബ്സ് റിസീവ് ചെയ്യുന്നത് കുട്ടി ആ വായ ഭാഗത്താണ് അല്ലെ. വായ ഭാഗത്തിലൂടെ എക്സ്ക്രീറ്ററി, അമ്മയുടെ എക്സ്ക്രീറ്ററി ഭാഗത്തുനിന്നുള്ള, അതായത് ഫീക്കൽ കണ്ടന്റ്, അതാണ് ആദ്യത്തെ മൈക്രോബ്സ്. മോശം വിചാരിക്കരുത്, ഇനീഷ്യൽ സ്റ്റേജ്. പിന്നീട് എന്താണ്? പിന്നീട് കൈകളെ നമ്മൾ കഴിക്കുമ്പോൾ ഫില്ലിംഗ് യുവർ സ്റ്റൊമക്ക് ആൻഡ് നമ്മുടെ പ്രോസസ്സിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ മൈക്രോബ്സ്. ഇത് പുതിയ പഠനശാലയാണ് മൈക്രോബയോം. അതേപോലെയാണ് അതിന്റെ ശരിയായ രീതി നോക്കുകയാണെങ്കിൽ ഇതേപോലെയാണ് ചെടികൾക്കും എന്താ ആവശ്യമാണ്? സൂക്ഷ്മജീവികൾ ആവശ്യം. എവിടെയാണ് അത്? നമുക്ക് വയറിലാണെങ്കിൽ ചെടികൾക്ക് പ്രധാനമായിട്ട് ചെടികൾ എല്ലാ ഭാഗത്തും, ചെടികളുടെ ശരീരത്തിനകത്തുമുണ്ട്, തണ്ടിലും വീട്ടിലുമുണ്ട്, ഇലകൾക്ക് മുകളിലുണ്ട്. ഏറ്റവും കൂടുതൽ സൂക്ഷ്മജീവികൾ ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ എന്ന് പറയുന്നത് അതിന്റെ വേര് ഭാഗമാണ്. വേര് ഭാഗത്താണ്. നമ്മുടെ മണ്ണ് എന്ന് പറയുന്നത് ഒരുപാട് മണ്ണ്, ഒരുപാട് തരം മണ്ണ് നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. നമുക്ക് കേരളത്തിലെ കാസർഗോഡ് അല്ലെങ്കിൽ മലബാർ മേഖലയിലെ മണ്ണെടുത്തിട്ട് നമുക്ക് ഏഷ്യൻ ഭാഗത്തേക്ക് പോയി പിന്നെ പൂഴി മണ്ണാണ്, പിന്നെ ചെങ്കൽ ഭാഗമാണ്. ഇങ്ങോട്ട് വരുമ്പോൾ പഴയ കാടുകളായിരുന്നു. കാടിലെ ജൈവാംശം കൂടിയിട്ടുള്ള ചലമണ്ണാണ്. ഇതന്നെയാണ് ലാറ്ററൈറ്റ് തന്നെയാണ് പറയുന്നത്. ലാറ്ററൈറ്റ് സോയിൽസ് തന്നെയാണ്. ഇതിലൊക്കെ സൂക്ഷ്മജീവികളുടെ പാറ്റേൺ വ്യത്യാസമാണ്. ഇതിലൊക്കെ ചെടികൾ വ്യത്യാസമാണ്. ഇതിലൊക്കെ ഇതിന്റെ അടിഭാഗത്തും ഈ ഒരു വ്യത്യാസം. എങ്ങനെയുള്ള വ്യത്യാസം? ചെടികൾ മാറുന്നതനുസരിച്ച് അല്ലേ സൂക്ഷ്മജീവികളുടെ പാറ്റേണുകളും ഒരു വ്യത്യാസമുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന മുകളിലോട്ട് കാണുന്ന ഭാഗം മാത്രമല്ല, അറിയാത്ത താഴെ ഭാഗം കൂടെ എന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴെ ഭാഗത്തിൽ നമുക്കൊന്ന് ക്രമപ്പെടുത്തി എടുക്കാനുണ്ട്. അതാണ് ആ ക്രമപ്പെടുത്തലിന്റെ ഭാഗം. ക്രമപ്പെടുത്തൽ പോരായ്മയാണ് നമ്മുടെ ഇപ്പൊ കാണുന്ന മഞ്ഞളിപ്പ്, വ്യാപകമായിട്ടുള്ള മഞ്ഞളിപ്പ്, വിളകളിലെ കുറവ് നമുക്ക് കാണുന്നുണ്ട്. മഞ്ഞളിപ്പാണ് ഞങ്ങളുടെ ഒരു പ്രോബ്ലം. എന്തുകൊണ്ട് മഞ്ഞളിപ്പ് സംഭവിക്കുന്നു? പ്രത്യേകിച്ച് തോട്ടവിളകളിൽ മഞ്ഞളിപ്പ് സംഭവിക്കുന്നു. വയനാടൻ മേഖലയിലാണെങ്കിൽ എല്ലാ വിളകളിലേക്കും മഞ്ഞളിപ്പ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ തുടങ്ങിയത് ആദ്യം കുരുമുളകായിരുന്നു, പിന്നെ അല്ലേ ഈ കവുങ്ങിലേക്ക് വന്നു. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ഈ മേഖലകളിൽ കുരുമുളക്, കവുങ്ങ് തന്നെയായിരുന്നു. ഇനി വരാൻ പോകുന്നത് തെങ്ങിലേക്കാണ്. അത് വിദൂരമല്ലാതെ എന്തുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞു വരാം. ചെടികൾ ഇത് നോക്കണ്ട കേട്ടോ. ഇത് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഭൂമിയുടെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചിത്രം കാണിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഇതിനൊരു പാളിയുള്ളതാണ്. സാധാരണ
കറുത്ത ലെയർ എവിടെ എടുത്താലും ഒരു കറുത്ത ലെയർ കാണാം, കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ പ്രധാനപ്പെട്ട വേരുകളൊക്കെ ഇറങ്ങുന്ന ഭാഗമാണ് ഈ സോഫ്റ്റ് ലെയർ അല്ലേ. കറുത്തതായിരിക്കും. എന്തുകൊണ്ടായിരിക്കും കറുത്തത്? കറുത്ത മേൽമണ്ണായതുകൊണ്ടാണോ കറുത്തത്? മേൽമണ്ണായതുകൊണ്ട് കറുത്തത്. പക്ഷെ എന്തുകൊണ്ട് കറുത്തത്? ഇത് കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കറുപ്പ് കുറച്ചും കൂടെ ആണ്. അതിലെത്തിലുണ്ട് ജൈവാംശം. ചപ്പുകളും ചവറുകളും വർഷങ്ങളോളം അടിഞ്ഞു കഴിഞ്ഞാൽ ആ തിക്നെസ് കാട്ടിലെ മണ്ണിൽ കുറച്ചു. നമ്മുടെ ഇവിടുത്തെ തിക്നെസ് കുറഞ്ഞു കുറഞ്ഞു വന്നു. നിങ്ങൾ റോഡിനൊക്കെ സൈഡിലല്ലേ എടുക്കും, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ തിക്നെസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നല്ല മണ്ണ് എന്നുള്ളത് നമ്മൾ ആ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള വേരുകൾക്ക് ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ ജീവികളുടെ കലവറയായിട്ടുള്ള ആദ്യത്തെ ലെയർ. ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഇതിലാണ് മാക്സിമം സൂക്ഷ്മജീവികൾ ഉള്ളത് ഈ ഭാഗം. ലോകത്തിന്റെ ഭക്ഷണം എന്ന് പറയുന്ന, എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്ന എല്ലായിക്കോട്ടെ അതിന്റെയൊക്കെ പ്രധാന, അതായത് ആദ്യത്തെ 15 മുതൽ 20 സെന്റിമീറ്റർ ആണ് ലോകത്തിനെ ഫീഡ് ചെയ്യുന്നത് പറഞ്ഞത്. നിങ്ങൾ അതിന്റെ സത്യം മനസ്സിലാക്കേണ്ടതാണ്. ലോകത്തിനെ ഫീഡ് ചെയ്യുന്ന ലെയർ എന്ന് പറയുന്നത് ആദ്യത്തെ 15-20 സെന്റിമീറ്റർ ആണ് ലോകത്തിന് കൂട്ടുന്നത്. അതിൽ വളരുന്ന നെല്ലും മറ്റു കാര്യങ്ങളും കാണും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം പച്ചക്കറിയൊക്കെ ഒക്കെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ താഴെ പോയിട്ട് അല്ലെ ബി വരെയുണ്ട്. നമ്മുടെ തോട്ടവിളകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങുക. നമുക്കറിയാം മുകൾ വേരുള്ള, നമ്മുടെ നാട്ടിൽ മുകൾ വേരുള്ള 15 സെന്റിമീറ്ററിൽ വരുന്ന ഏതാണ്? 20 സെന്റിമീറ്റർ കുരുമുളകേ ഉള്ളൂ ഇല്ലേ? പിന്നെ പച്ചക്കറിയാണ് കുരുമുളകേ തോട്ടവിളകൾ. പിന്നെ വരുന്ന ഏതാണ്? കുറച്ചും കൂടെ താഴേക്ക് പോകുമ്പോൾ ഏതാണ്? കവുങ്ങ് വരും. 1 മീറ്റർ ആഴത്തിലൊക്കെ 1.5 മീറ്റർ ആഴത്തിലൊക്കെ. 1 മീറ്റർ ഇല്ല, 60 സെന്റിമീറ്ററിലാണ് മാക്സിമം ഫീഡർ റൂട്ട്സ് വലിച്ചെടുക്കുന്ന റൂട്ടുകൾ. പിന്നെ ഫോറേജിങ് റൂട്ട്സ്, തപ്പുന്ന വേരുകൾ പറഞ്ഞ കുറച്ച് വിഭാഗമാണ്, കുറച്ചെണ്ണേ ഉള്ളൂ. അതൊരു മാക്സിമം പോയി 20 മീറ്ററാണ്. ഞാൻ ഈ പറയുന്നത് സൂക്ഷിച്ചു വെക്കണേ, മനസ്സിലാക്കണം. പിന്നെ തെങ്ങിനെടുക്കുമ്പോൾ 1.5 മീറ്ററാണ്. അതും മാക്സിമം വരുന്ന 1 മീറ്ററിൽ ഫോറേജ് തപ്പുന്ന വേരുകൾ കുറച്ചെണ്ണേ ഉള്ളൂ. അത് 1/2 മീറ്റർ വീണ്ടും താഴേക്ക് മാറിയിട്ട് താഴ്വേര് പഠനങ്ങൾക്ക് എന്തുണ്ട്? പോവാം ബിയോണ്ട് ദിസ് ലിമിറ്റ്. ഇവിടെയും പോയി ഇങ്ങോട്ട് ഇറങ്ങാം. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇൻഡെക്സ് എവിടെയാണ് വെച്ച് ഇവിടെ പിന്നെ കുറഞ്ഞ എവിടെയാണ്. താഴേക്ക് പോകുമ്പോഴത്തേക്ക് ബെറ്ററോ നമ്മൾ കിണറൊഴിക്കുന്ന താഴേക്ക് പോകുമ്പോഴത്തേക്ക് അത് ദൂഷണമായിട്ടുള്ളതാണ്. അതിൽ ന്യൂട്രിയൻസ് ഉണ്ടാവില്ല, ജൈവാംശം ഉണ്ടാവില്ല, ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അഥവാ പോയാൽ തന്നെ എന്ത് സംഭവിക്കും? വേരുകൾ ചുരുങ്ങി പോകും. കാരണം അവിടെ അസിഡിറ്റി ചിലപ്പോൾ കൂടുതലായിരിക്കും, മിനറൽസ് ചുരുങ്ങി പോകും, ഒന്നും കിട്ടാൻ പോകില്ല. ചിലപ്പോൾ ശ്വസനം നടക്കുന്നത് അവിടെ ചുരുങ്ങി. എന്നിട്ടെന്ത് പറ്റും? ഇവിടുന്ന് താഴേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം വേരുകൾ സൈഡിലോട്ട് പോകും. പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്താൽ സൈഡിലേക്ക് പോയിട്ട് അങ്ങനെയാണ് തായ്വേര് കൊടുക്കുന്നത്. നല്ല ഉറപ്പുള്ള പ്ലാവും മറ്റേതൊക്കെ ഇങ്ങനെ തപ്പുന്ന വേരുകൾ ഒരുപാടുണ്ട്. അകലെ പോയിട്ട് പ്രശ്നം എടുക്കും. ഈ ചെറിയ വേരുകളുള്ള ആൾക്കാരുടെ വർഷം അല്ലെ, 1ാമത്തെ വർഷം 2ാമത്തെ വർഷങ്ങളിൽ കവുങ്ങും തെങ്ങിനെ പറ്റി ആലോചിച്ച് നോക്കുക. എത്ര വർഷമാണ് ഒരേ ലെയറിൽ അവർ ഭക്ഷണം എടുക്കുന്നത് അല്ലെ? ഒരേ സ്ഥലത്ത് നമ്മൾ ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുക അല്ലെ? മാറുമോ? എവിടെയൊക്കെ പോയി പ്രശ്നം നമുക്ക് ഹോട്ടലിൽ മാറി കഴിക്കാം, അല്ലെങ്കിൽ ചെടി നടുന്നതിന്റെ ലൊക്കേഷൻ നമുക്ക് മാറ്റാം. പക്ഷെ ഒരു കവുങ്ങ് നട്ടാൽ തെങ്ങ് നട്ടാൽ ഒരേ സ്ഥലത്ത് നിന്നല്ലേ ഭക്ഷണം എടുക്കുന്നത്. ആദ്യം നടുന്ന കവുങ്ങിന്റെ അല്ലെ 50 ഗ്രാം പോലും ഉണ്ടാവില്ല ഇടയ്ക്കേടെ. ഒരു തൈ എടുത്ത് നോക്കുക, അതിനെത്ര വലിപ്പത്തിൽ ഒരു 2-3 കിലോ ഉണ്ടാവും മണ്ണടക്കം. തെങ്ങിന്റെ എത്ര ഉണ്ടാവും മാക്സിമം അല്ലേ? 3/4 കിലോ 1 കിലോ തേങ്ങ അതിൽ നിന്നാണ്. നിങ്ങൾ നോക്കുക, ഒരേ സ്ഥലത്ത് ഭക്ഷണം എടുത്തിട്ടില്ലേ? ടൺ കണക്കിന് വെയിറ്റുള്ള തേങ്ങയും തെങ്ങും ഒരേ സ്ഥലത്തല്ലേ ഭക്ഷണം കിട്ടുന്നത്. എവിടെ നിന്നാണ് ഈ ഭക്ഷണം കിട്ടുന്നത്? മൂലകങ്ങള്, മണ്ണിലുള്ള മൂലകങ്ങൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിലെ അല്ലെ കാർബൺ ഡൈ ഓക്സൈഡിന് സൂര്യപ്രകാശ സാധ്യത. പക്ഷെ ഈ മൂലകങ്ങൾ ഡ്രെയിൻ ചെയ്യുന്നില്ലേ? ഒരേ പാത്രത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ അതിലൊരു തിരിച്ച് അരകൾ കൊണ്ടിടാതെ നമുക്ക് ഭക്ഷണം കിട്ടുമോ? ഇടണം. ഈ ഇടുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണ് സൂക്ഷ്മജീവികൾ. അവർക്കൊരു കഴിവുണ്ട്. അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ പണിക്കാരെ പോലെ, നമ്മുടെ പറമ്പിലെ പണിക്കാരെ പോലെയാണ്. കറക്റ്റ് ഭക്ഷണം അവർക്ക് കൊടുക്കുക. കൂലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന പണിക്കാരെ പോലെയാണ് ചെടികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന സൂക്ഷ്മജീവികൾ. ചെടികൾക്ക് പണിയെടുക്കും. പക്ഷെ അവർക്ക് എന്ത് വേണം? അവർക്ക് കൂലി കൊടുക്കണം. ഏത് തരത്തിൽ കൂലി കൊടുക്കണം? ചെടികളിൽ നിന്ന് കിട്ടുന്ന പോഷകരസങ്ങൾ
പഞ്ചസാര പോലുള്ള മിശ്രിതങ്ങൾ, ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ള മിശ്രിതങ്ങൾ ചെടികളിൽ നിന്ന് രസങ്ങളായിട്ട് ഗുണം വേരുകളിലെ ചുറ്റുപാടിലേക്ക് കോശരസങ്ങളായിട്ട്. പിന്നെ എന്ത് വേണം? ചില കണ്ടീഷൻസ് ഉണ്ട് മണ്ണിൽ. ചില കണ്ടീഷൻസ് ഒരുക്കി കൊടുത്താൽ മാത്രമേ ആര് പണിയെടുക്കുള്ളൂ? ഒരു പണിയെടുക്കും. അവർ പണിയെടുക്കാൻ ഉറപ്പാണ്. അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ച് നൈട്രജൻ തരും, കുറച്ച് പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ അതിനെ ദഹിപ്പിച്ചു കൊണ്ട് ചെടികൾക്ക് കിട്ടുന്ന രീതിയിലേക്കാവും. ചില ഉമിളുകളുണ്ട്, അവരെന്ത് ചെയ്യുന്നു? ഈ 1.5 മീറ്റർ ആഴത്തിലും ഇതിലുള്ള വേരുകൾക്ക് ദൂരെ എവിടെ പോകാൻ പറ്റത്തില്ല. പക്ഷെ ഈ കുമിളുകൾ എന്ത് ചെയ്യും? കുമിളുകൾ ഇവരെ അറ്റാച്ച് ചെയ്യും, ചെടികൾക്ക് വേണ്ടി പണിയെടുക്കും. സോൺ ഓഫ് അബ്സോർപ്ഷൻ, വലിച്ചെടുക്കുന്ന ഭാഗത്ത് നിന്ന് കിലോമീറ്ററുകളിൽ പോയിട്ട് കുമിളുകള് ഭക്ഷണം ഫോസ്ഫറസ് പോലുള്ള മൈക്രോറൈസ വാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ടോ? വാം ആർമസ്കുലർ മൈക്രോറൈസ കൊടുക്കാറില്ല, കിട്ടിയിട്ടില്ല അല്ലെ? ചെടികളില് സ്വാഭാവികമായിട്ടും മൂലകങ്ങളെ മറ്റു സ്ഥലത്തുനിന്ന് വിഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ ശരീരത്തിലൂടെ കൊണ്ടുവന്ന് ചെടിക്ക് കൊടുക്കുന്നു. ചെടി എന്ത് തിരിച്ചു കൊടുക്കുന്നു? ചെടി ഗ്ലൂക്കോസ് തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഭക്ഷണം തിരിച്ചു കൊടുക്കും. അവർക്ക് വേണ്ടി പഠിക്കുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ എന്താണ് ഈ കൊടുക്കൽ വാങ്ങലുകൾ നടക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് പറയാം. ആ കണ്ടീഷൻസ് ആണ് മണ്ണിന്റെ കണ്ടീഷൻസ്. അതിൽ മണ്ണില് വേണ്ടത്രയും മൂലകങ്ങൾ വേണം, അല്ലെങ്കിൽ മിനറൽസ് വേണം, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള മിനറൽസ് പാടില്ല. കേരളത്തിലെ നമ്മുടെ ഈ മലയോര മേഖല, മലബാർ മേഖലകളിലുള്ള മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രത്യേകതകൾ പോലും അത്തരം സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇപ്പോഴത്തെ എക്കാലത്തുള്ള മഴ, അത് കഴിഞ്ഞിട്ടുള്ള അതികഠിനമായിട്ടുള്ള വേനൽ, ഇത്രയും ഘടകങ്ങള് ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അത് ഒരു പരിധി വരെ മണ്ണിന്റെ അപചയത്തിനും കാരണമാകും. അപ്പൊ പറഞ്ഞു വരുമ്പോ ഈ ലെയർ ഓർമ്മ കൊണ്ടേ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. വേര് പടർത്തുകൾ മാക്സിമം ഈ സൂക്ഷ്മജീവികൾ ഉള്ളതെന്ന് മനസ്സിലാക്കുക. കൂടാതെ ഈ വേര് പടലത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാലത്ത് നമുക്ക് വളം ഇല്ലായിരുന്നു, വളപ്രയോഗം തന്നെ ഇല്ലായിരുന്നു. 1965-70 കാലഘട്ടം വരെ എന്താണ് നമ്മളിങ്ങനെ അങ്ങനെ ഇങ്ങനെയല്ലോ ജൈവവളം ഒക്കെ 65-70 കാലഘട്ടങ്ങളിലൊക്കെയാണ് നമ്മൾ എന്താണ് ഹരിതവിപ്ലവമൊക്കെ വന്ന് അമിതമായിട്ടുള്ള വളപ്രയോഗം വളപ്രയോഗം നടത്തണം, ശാസ്ത്രീയമായ വളപ്രയോഗം നടത്തണം എന്ന രീതിയിലേക്ക് എത്തിയത് 2000-ഓട് കൂടിയിട്ടല്ലേ. 1990-2000 കൂടിയിട്ട് നമ്മളൊക്കെ ഇവിടെയൊക്കെ പ്രദേശങ്ങളിൽ വളമിടാൻ തുടങ്ങി. പക്ഷെ വളം എന്നുള്ളത് പലപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗത്തിന് പകരം അശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗമായി മാറി. പിന്നെ കുറേയൊക്കെ നമ്മുടെ കടകളിൽ നിന്നൊക്കെ തരുന്ന അറിവുകളാണ് കൂടുതലും ആ വളപ്രയോഗത്തിലേക്ക് എത്തിച്ചത്. പിന്നീട് നമ്മൾ തന്നെ കുറച്ചല്ലേ കൂട്ടുകൾ ഉണ്ടാക്കി നമ്മൾ ഇടാൻ തുടങ്ങി, അല്ലെങ്കിൽ കടക്കാരൊക്കെ ആദ്യം നമ്മൾ ഇടാൻ തുടങ്ങി. അത് നമ്മുടെ മണ്ണിനെ ബാധിച്ചിട്ടുണ്ട് അശാസ്ത്രീയമായിട്ട്. എങ്ങനെയാണ് അശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം മണ്ണിനെ ബാധിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓവറായിട്ട് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രശ്നമില്ല. ഓവറായിട്ട് ഭക്ഷണം കഴിച്ചാൽ അതേപോലെയാണ്. കൂടുതലായിട്ട് നൈട്രജൻ കൊടുത്താൽ, കൂടുതലായിട്ട് പൊട്ടാഷ്യം കൊടുത്താൽ, കൂടുതലായിട്ട് സൂക്ഷ്മ മൂലകങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ടോക്സിസിറ്റി എന്ന് പറയും. വിഷം അല്ലെ, അമിതമായ അമൃത വിഷം എന്ന് പറഞ്ഞ പോലെ വിഷം. ഇത് സൂക്ഷ്മജീവികളെ സപ്രസ് ചെയ്യും. സൂക്ഷ്മജീവികളെ കൊല്ലുന്നെന്ന് പറയുന്നത് എന്താണ്? ചെടിയെ കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല നമ്മുടെ യൂറിയ വളങ്ങൾ അറിയാമോ? യൂറിയ അല്ലെങ്കിൽ ഡയമോണിയം ഫോസ്ഫേറ്റ് എന്നൊക്കെ പറഞ്ഞ വളങ്ങൾ ഇപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അതേപോലെ ഫാക്ടം ഫോസ് നല്ല തന്നെയാണ്. പക്ഷെ എന്താണ് പ്രശ്നം? ഫാക്ടം ഫോസിൽ പൊട്ടാഷ്യം ഇല്ല. പൊട്ടാഷ്യമല്ലോ സ്വാഭാവികമായിട്ടും ആൾക്കാർ വിചാരിക്കുന്നത് നല്ല കൂട്ടാണ്. പൊട്ടാഷ്യനെ ചില ആൾക്കാർക്കില്ല കേട്ടോ, പൊട്ടാഷ്യം ഇല്ല. അവർ വിചാരിച്ച ഫാക്ടം ഫോസ് തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കിൽ 0 എന്നുള്ളത് പലപ്പോഴും 20-20-0 എന്നുള്ളതാണ് പൊട്ടാഷ്യം. 0 പൊട്ടാഷ്യം. അപ്പൊ ഇതിടുന്ന സമയത്ത് അമിതമായിട്ടുള്ള യൂറിയ ഇടുന്ന സമയത്ത് ഓവർ ഡോസ് ആയിട്ട് ചെടികൾ പകരം ചെടികൾക്ക് അസുഖം വരും. അത് പോരാതെ എല്ലാ യൂറിയ അല്ലെങ്കിൽ നൈട്രജൻ കണ്ടന്റ് കൂടിയിട്ടുള്ള വളങ്ങൾ അസിഡിറ്റി മണ്ണിന്റെ
ഫാക്ടർ ഫോഴ്സ് പുളിപ്പരസം കൂട്ടുന്നതാണ്. അപ്പൊ നമ്മുടെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മണ്ണ്, കേരളത്തിലെ മണ്ണ് പുളിപ്പരസം കൂടിയ മണ്ണാണ്, അസിഡിക്കാണ്. സ്വാഭാവികമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ജിയോഗ്രാഫിക്കലി അങ്ങനെയാണ്. ഓരോ ലോകത്തും ഓരോ തരത്തിലുള്ള മണ്ണാണ്. നമ്മുടെ മണ്ണ് കാലാവസ്ഥ മഴയായതുകൊണ്ടും നല്ല ചൂട് വരുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ മണ്ണിന്റെ സ്വാഭാവിക പുളിപ്പരസം കാരണം ഒരുപാടുണ്ട്. ചരൽ മണ്ണാണ്, അയൺ അലുമിനിയം ഫോസ്ഫേറ്റ് ആണ് നമ്മുടെ മെജോറിറ്റി ആയിട്ടുള്ള നമ്മുടെ മണ്ണ്. ചരൽ മണ്ണ് ചുവന്ന കളറുള്ള അധികം മണ്ണ്, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ചുവപ്പാണ്. ചെങ്കൽ പാറകൾ ഒഴിഞ്ഞിട്ടുണ്ടായ മണ്ണാണ്. ഇതിന് പുളിപ്പരസം കൂടുതലാണ്. ഓരോ മഴക്കും ഇതിൽ പുളിപ്പരസം കുറക്കാൻ നമ്മൾ കുമ്മായോ ഡോളമൈറ്റും ആഡ് ചെയ്താലും അത് സ്വാഭാവികമായിട്ട് 2-3 മാസം മാത്രം, മാക്സിമം 1 വർഷം. അത് കഴിഞ്ഞാൽ വീണ്ടും പുളിപ്പരസം കൂടും. ജൈവാംശം കുറയുന്നതോട് കൂടിയിട്ട് പുളിപ്പരസം കൂടും. ജൈവാംശം കൂടുതലാകുന്നത് എപ്പോഴും പുളിപ്പരസം കുറയ്ക്കാൻ ബഫർ പോലെയാണ്. ജൈവാംശം ഉണ്ടെങ്കിൽ അത് ബഫറായിട്ട് ആക്ട് ചെയ്യും, അത് പുളിപ്പരസം നന്നായിട്ട് കുറയും. പക്ഷെ നമ്മുടെ മണ്ണിൽ ജൈവാംശം കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൂടുതലായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടാഷ്യം പോലുള്ള പൊട്ടാഷ്യം പ്രത്യേകതാണ്. പൊട്ടാഷ്യം, സോഡിയം, കാൽസ്യം എന്നുള്ളത് ബേസിക് ആണ്, അതായത് ക്ഷാരഗുണമുള്ളത്. അപ്പൊ പൊട്ടാഷ്യം ഇല്ലാത്ത അല്ലെങ്കിൽ സോഡിയം ഇല്ലാത്ത ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിട്ട് പറ്റും, ക്ഷാരവും ആസിഡും അല്ലേ അതിനിടയ്ക്ക് നിൽക്കണം. നമ്മുടെ മണ്ണ് ന്യൂട്രൽ ആയിരിക്കണം. പച്ചവെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുന്ന അത് പുളിപ്പരസമില്ല, ഉപ്പുരസം കുടിക്കില്ല. പുളിപ്പരസമായാലും സംഭവിക്കും, ആസിഡായി മാറും. വെള്ളം തന്നെ ആസിഡായി മാറും. ആസിഡ് മഴ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, സൾഫർ അടങ്ങിയിട്ടുള്ള മഴയെ പൊള്ളിപ്പോകും, അത് ആസിഡ് മഴയാണ്. അപ്പൊ അത്തരം വെള്ളമല്ല നമുക്ക് വേണ്ടത്. അതേപോലെ അത്തരം മണ്ണല്ല ചെടികൾക്ക് വേണ്ടത്. ചെടികൾക്ക് എപ്പോഴും ന്യൂട്രൽ, അതായത് നമ്മുടെ സ്വഭാവം പാടില്ല, ക്ഷാരഗുണം പാടില്ല. നമ്മുടെ സ്വഭാവത്തിലാണ് മെജോറിറ്റി നമ്മുടെ കേരളത്തിലെ മണ്ണുള്ളത്. അതിന് കാരണമാകുന്നത് അമിതമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം. ഡോസ് നോക്കില്ല, ടെസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ അല്ലെ കുറഞ്ഞ വളപ്രയോഗം, പ്രത്യേകിച്ച് നമ്മുടെ മേഖലയിൽ കാണുന്ന ആൾക്കാരുടെ ഒരു ഇതാണ് ജൈവകൃഷി എന്ന് പറയുമ്പോഴും കുറഞ്ഞ വളപ്രയോഗം. ജൈവകൃഷിയിലെ മിതമായ വളപ്രയോഗം വേണ്ടേ എന്നുള്ള ചോദ്യത്തില് എനിക്കറിയില്ല, ഫ്രൈഡും ഇൻഡോസെന്റും പോലുള്ള അത് എനിക്ക് തോന്നുന്നു യൂറോപ്യൻ യൂണിയനും ഇവരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചെടികൾക്ക്. കാരണം സ്റ്റഡീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ വളപ്രയോഗം സൂക്ഷ്മജീവികളെ വീണ്ടും കുറക്കുന്നത്. എന്തുകൊണ്ടാണ്? പൊട്ടാസ്യം സൊല്യൂബിലൈസർ എന്നുള്ള സാധനം നിങ്ങൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഫോസ്ഫറസ് സൊല്യൂബിലൈസ് ചെയ്യുന്ന ബാക്ടീരിയ നിങ്ങൾ ഇറക്കി വിടുകയാണ് മണ്ണിലേക്ക്. അവർക്ക് ആക്ട് ചെയ്യണമെങ്കിൽ വേണം. പൊട്ടാസ്യം മണ്ണിൽ കുറഞ്ഞാൽ ചെടികളിൽ നിന്ന് രസങ്ങൾ വരുന്നത് കുറയും. ചെടികൾക്ക് കൂലി കൊടുക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കുമോ? ഇല്ല. സൂക്ഷ്മജീവികള് പണിയെടുക്കുന്നത് കുറയും. അതേപോലെ നൈട്രജന്റെ അളവ് ഒരു പരിധി വരെ മണ്ണിൽ വേണം, എങ്കിലേ ആദ്യത്തെ സ്റ്റാർട്ടറായിട്ട് അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവർ പണിയെടുക്കുള്ളൂ. പിന്നെ ബാക്കി അവര് അന്തരീക്ഷം നോക്കി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു മിതമായ രീതിയിലുള്ള ഭക്ഷണം മണ്ണിൽ ഇല്ലെങ്കിൽ പണിയെടുക്കില്ല. അത് ആ സത്യം. ചെടികൾക്കും മണ്ണിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങള് മണ്ണിലുണ്ടെങ്കിൽ മാത്രമേ സൂക്ഷ്മജീവികൾ അവരെ പണിയെടുക്കുള്ളൂ, ഇല്ലെങ്കിൽ പണിയെടുക്കില്ല. അവിടെയാണ് ദാരിദ്ര്യം, പോവർട്ടി റീജിയൻ എന്ന് പറയാം. ആ ഇതിലെ ഇപ്പം മണ്ണിനെ പറയുന്നത് ദാരിദ്ര്യത്തിലുള്ള മണ്ണാണ്. അവിടെ വർക്ക് ചെയ്യുകയാണ് സൂക്ഷ്മജീവികൾ. മാത്രമല്ല, എന്തിനാണ് വളപ്രയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്റ്റിമം വളപ്രയോഗം, അതായത് സോയിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒപ്റ്റിമം വളപ്രയോഗത്തിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന മണ്ണ് അല്ലെങ്കിൽ മാധ്യമം എന്ന് പറയുന്നത്. അങ്ങനെ എത്തിക്കാം നമുക്ക് ജൈവകൃഷിയിലെ നമ്മൾക്ക് എത്തിക്കാം. നമ്മൾ മണ്ണ് അറിഞ്ഞുകൊണ്ട് വളം കൊടുത്തുകൊണ്ട് ജൈവാംശത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ട് നമുക്ക് ഒരു കാലത്ത് അതിലേക്ക് എത്താം. എന്താണ്? പുറത്തെ വളം ഇടാതെ തന്നെ സൂക്ഷ്മജീവികൾ വർക്ക് ചെയ്യുന്നു, ഇഷ്ടംപോലെ ജൈവാംശമുണ്ട്. അവർ തന്നെ നമുക്ക് വളമിടാതെ തന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തരും. പക്ഷെ കേരളത്തിലെ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല. കേരളത്തിലെ മണ്ണിലെ ഒരു മണ്ണിന്റെ ഘടന എന്ന് പറഞ്ഞാൽ മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരി? മണ്ണെന്താണ്? നിങ്ങൾ ആരെങ്കിലും പറയും മണ്ണെന്താണ്? ആരെങ്കിലും എന്താണ് മണ്ണ്?
എന്താണ് അതിന്റെ മണ്ണെന്താണ്? മണ്ണ് വെറുതെ മണ്ണെന്താണ് സാധാരണ നമ്മൾ അറിയണം. കൃഷി ചെയ്ത മണ്ണെന്താണ് ആർക്കെങ്കിലും പറയാമോ? മണ്ണ് സിമ്പിളായിട്ട് എന്താണ് മണ്ണ്? അതിന് ഞാൻ മിനറൽസ് എന്നേ പറയും, മണ്ണെന്ന് പറയാൻ പറ്റില്ല. പാറ ലാറ്ററൈറ്റ് ആണ്, അയൺ അലുമിനിയം ഓക്സൈഡ് ആണ് പാറ. പൊടിയും നമുക്ക് സൂര്യപ്രകാശമുണ്ട്, മഴക്കാലത്ത് വെള്ളമുണ്ട്, ആക്ഷൻസ് ആണ്. എന്നിട്ട് നമുക്ക് ചരലുണ്ടാവും. അതെന്താണ്? വീണ്ടും അലുമിനിയം അയൺ ഓക്സൈഡ് ചെറിയ ചെറിയ പാർട്ടികളാണ്, മിനറൽസിന്റെ പറയാം. ചരൽ മണ്ണ് എന്ന് പറയുന്നത് സോയിൽ, ഹ്യൂമസ്. മിനറൽസ് എത്രയേ ഉള്ളൂ? എത്ര ശതമാനമേ ഉള്ളൂ മിനറൽസ്? 45% മാത്രമേ മിനറൽസ്. ബാക്കി എന്താണുള്ളത്? വെള്ളം. ബാക്കി എന്താണുള്ളത്? വായു. പിന്നെ ഒരു പച്ചക്കറുണ്ടോ അവിടെ? ജൈവാംശം. 5% ജൈവാംശം അടങ്ങിയിട്ടുള്ളതാണ് മണ്ണ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ വളവും ഇട്ട് കൊടുക്കണ്ട. സ്വാഭാവികമായിട്ട് ചെടി അതിന്റെ അല്ലേ ഉത്പാദന ക്ഷമത കാണിക്കും. നല്ല രീതിയിൽ അവിടെ ചെടി ഒരു വളം കൊടുക്കണം. എത്രയാണ്? 5% ജൈവാംശം അടങ്ങിയിട്ടുള്ള മണ്ണ്. എവിടെയുണ്ട് 5% ജൈവാംശം അടങ്ങിയിട്ടുള്ള മണ്ണ്? എവിടെ ഉണ്ടാവും? ഫോറസ്റ്റിന്റെ അകക്കാട്ടിൽ, പുറത്തുമില്ല. ലേറ്റസ്റ്റ് പഠനം നമ്മുടെ നാട്ടുപുറത്ത് അടുത്ത ഫോറസ്റ്റ് പോലും ഇല്ല. 5% അകത്തെ കാട്ടില് തിക്കായിട്ടുള്ള ആ മാറ്റ് ഉണ്ടല്ലോ, ആ മാറ്റില് നമ്മൾ മണ്ണ് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ ഏറ്റവും അകത്തെ പാടിയിട്ടാണ് 5% ജൈവാംശം പണ്ടുണ്ടായിരുന്നു നമ്മുടെ ഭാഗത്ത്. നമുക്കതൊന്നും വേണ്ട, 5% വേണ്ട. നമുക്ക് മിതമായിട്ടുള്ള വളപ്രയോഗത്തിൽ തന്നെ 1% ജൈവാംശം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കേരളത്തിലെ മണ്ണിൽ എത്ര ശതമാനം ജൈവാംശം? 1% ദശാംശമാണ് ജൈവാംശം. ദശാംശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരും പണിയെടുക്കില്ല. അവർക്ക് ജീവിക്കാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജൈവാംശമാണ്. ചത്തതും ചീഞ്ഞതുമായിട്ടുള്ള സാധനങ്ങൾ വിഘടിക്കണം, അവർക്ക് വേണം. അവർക്ക് ആവാസ വ്യവസ്ഥ ഉണ്ടാക്കണം. അവർക്ക് സൂക്ഷ്മജീവികൾ അത് കുറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ മണ്ണിന്റെ ശോഷണത്തിന് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന മണ്ണിന്റെ ശോഷണം മൂലവും ചെടികളിൽ നമ്മൾ കാണുന്ന മഞ്ഞളിപ്പോ അല്ലെങ്കിൽ വിളവ് കുറവോ അതിന് കാരണം പ്രധാനപ്പെട്ട ഈ ഒരു ജൈവാംശത്തിന്റെ കുറവാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ശാസ്ത്രീയ വളപ്രയോഗത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ശാസ്ത്രീയ വളപ്രയോഗത്തിന്റെ ഏത് നിങ്ങൾ വളമിടുന്നതായിക്കോട്ടെ, ജൈവവളമായിക്കോട്ടെ ഇനി അജൈവവളമായിക്കോട്ടെ, നിങ്ങൾ രാസവളങ്ങളായിക്കോട്ടെ, പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് അത് കേരള കാർഷിക സർവകലാശാലയിൽ ഏറ്റവും 100 വർഷം ഈ ഒരു മേഖലയിൽ വളപ്രയോഗം ജൈവാംശത്തിന്റെ മേഖലയിൽ ഗവേഷണം നടത്തുന്ന റൊത്താംസ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂറോപ്പില്, ഇംഗ്ലണ്ടിൽ. പറയുന്നത് ജൈവാംശം, ജൈവവളം അല്ല പറയുന്നത്. ശ്രദ്ധിച്ചു എന്നിട്ട് പോയിട്ട് ജൈവവളത്തിന് ഓർഡർ ചെയ്തിട്ട് 4 ചാക്ക് ജൈവവളം ഇടാനല്ല പറഞ്ഞത്. ഒരു തെങ്ങിന് ഇപ്പൊ സപ്പോസ് കാർഷിക സർവകലാശാല ഒരു തെങ്ങിന് 25 മുതൽ 50 കിലോ വരെ ജൈവാംശം ഉറപ്പുവരുത്തുന്നതാണ്, ജൈവവളം എന്നല്ല. മനസ്സിലായോ? ചത്തതും ചീഞ്ഞതുമായിട്ടുള്ള സാധനങ്ങൾ, മടൽ, ഫോർ എക്സാമ്പിൾ ഞാൻ തെങ്ങിന്റെ കാര്യം പറയുന്നത്, ഒരു വർഷം എത്ര മടലുണ്ടാവും? എത്ര മടലുണ്ടാവും? മാസം 12 മാസം. ഇതിന്റെ വെയിറ്റ് എത്രയാണ്? ഒരു മടലിന്റെ വെയിറ്റ് എത്രയാണ്? ഏകദേശം ഉണങ്ങിയ മടൽ 5 കിലോ. 5 കിലോ കുറവാണ്, കൂടുതൽ പച്ചത്തറ നല്ല മണ്ണുള്ളതുണ്ടാവും. ശരി, അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഏകദേശം എത്ര കിലോ കിട്ടി? തൊണ്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടി? ഇതാണ് നമ്മുടെ കൃഷിയിലെ. അതിനെ കമ്പോസ്റ്റ് ആക്കാം. കമ്പോസ്റ്റ് ആക്കിയിട്ട് തിരിച്ച് അതേപോലെ 9 കിലോ ഇടാം. എന്താണോ ചെടി വലിച്ചെടുക്കുന്നത്, കാരണം നേരത്തെ പറഞ്ഞു ഒരു സ്ഥലത്തു നിന്നാണ് ഈ തെങ്ങി പണിയെടുക്കുന്നത്. ഈ പണിയെടുക്കുന്നത് വർഷങ്ങളോളം പണിയെടുത്ത് നമ്മളെന്താ എടുക്കുന്നത്? തേങ്ങയും അല്ലെ ഓലയും ചകിരിയും കൊണ്ടുപോയി ആ പറമ്പുന്നേ നമ്മൾ നടത്തുന്നു അല്ലേ? തിരിച്ചു കൊടുക്കും. നമുക്ക് എന്തേ വേണ്ടു? വിളവെടുക്കുക. അത് ബാക്കിയൊക്കെ വേസ്റ്റ് വരുന്നത് എവിടെ കൊടുക്കാം? നമ്മൾ ഈ പറഞ്ഞ 50 കിലോ ജൈവാംശം ഒരു പരിധി വരെ ഉറപ്പുവരുത്താൻ പറ്റും. ഈ ഓലയിലൊക്കെ എന്തുണ്ട്?
കാർബൺ ഉണ്ട്, ഒരുപാട് പൊട്ടാഷ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടാ ഈ ചെടി ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെ. അപ്പൊ തിരിച്ച് മണ്ണ് എടുത്ത സാധനങ്ങൾ ചെടിക്ക് തിരിച്ചു കൊടുക്കുകയാണ്, മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ അശ്വരം ചെയ്യുന്നത് എന്താണ്? ജൈവാംശ അശ്വരയാണ്. സൂക്ഷ്മജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ആവാസ വ്യവസ്ഥ അശ്വരയാണ്. ഈ ജൈവാംശത്തിനാണ് എന്തുള്ളത്? നമ്മുടെ മൂലകങ്ങള് പിടിച്ചു നിൽക്കുക. ജൈവാംശം ഇല്ലാത്ത മണ്ണിലോ മൂലകങ്ങൾ പിടിച്ചു നിൽക്കില്ല, വാർന്നു പോകും. എവിടെ വാർന്നു പോകും? എത്രയോ കൗങ്ങിനാണ് ഫീഡർ റൂട്ട്സ് എന്ന് പറഞ്ഞില്ല നേരത്തെ, ഫോറേജ് റൂട്ട്സ്, ഫീഡർ റൂട്ട്സ്. ഫീഡർ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ മാസീവായിട്ട് അല്ലെ ജഡവേരികൾ വരുന്നതാണ്. 30 സെന്റിമീറ്റർ ആണ് മാക്സിമം. 60 സെന്റിമീറ്ററിലേക്കാണ് ഫോറേജ് തപ്പുന്ന വേരുകളുള്ളത്. നമ്മൾ ഒരു പൈപ്പ് വെച്ച് അല്ലെ അരമണിക്കൂറോളം ഒരു കൗങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ ജൈവാംശം ഇല്ലാത്ത മണ്ണില് മൂലകം എവിടെ എത്തി? 1 മീറ്റർ താഴെ എത്തി. ഒരു പരീക്ഷണം നടത്തിയാന്ന് കർഷകർ അടിച്ചിട്ട് കമ്പി വെച്ച് അടിച്ചു നോക്കി. ഞാൻ വെള്ളം അടിച്ചതിന് ശേഷം എത്ര ആഴത്തിൽ എന്റെ വെള്ളം പോയിട്ടുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ 1 മീറ്റർ ആഴത്തിൽ. 1 മീറ്റർ ആഴത്തിലേക്ക് വെള്ളം പോകുമ്പോൾ അതിന്റെ കൂടെ എന്തുകൂടെ പോകും? ജൈവാംശമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ വാശിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിൽ ഒരു പരീക്ഷണം നടത്താം. മണ്ണെടുക്കുക, ഒരു കുപ്പിയില് മണ്ണെടുക്കുക, മണ്ണെടുത്തിട്ട് വെറുതെ ഡിസ്ലൈറ്റിന്റെ ബോട്ടിൽ കലക്കി ചുമ്മാ നോക്കുക. കുറച്ച് നേരം വെച്ചിട്ട് നോക്കുക. മുകളിലത്തെ പാലില് കുറെ ചവറ് വേസ്റ്റ് ഒക്കെ കൂടിയിട്ട് കറുത്ത വെള്ളമാണ് മുകളിൽ നിൽക്കുന്ന അത്യാവശ്യം ജൈവാംശങ്ങൾ വന്നാണ്. ഇനി അല്ല താഴത്തെ പാളയാണ് കൂടുതലെങ്കിൽ ബി കെയർ. അതിലെന്തായിരിക്കും? ജൈവാംശം കുറവായിരിക്കും. മുകളിൽ അല്ല ചുവന്ന വെള്ളമായിരിക്കും, കറുത്ത വെള്ളം ഉണ്ടാവില്ല, വേസ്റ്റ് ഉണ്ടാവില്ല. ചുവന്ന വെള്ളം താഴത്തേലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ വേണമെങ്കിൽ എനിക്ക് ഒരു ഫോട്ടോ അയച്ചത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ജൈവാംശം ഉള്ളതിനെ മൂലകങ്ങൾ പിടിച്ചു നോക്കുള്ളൂ. അല്ലെങ്കിൽ ബിയോണ്ട് സോൺ ഓഫ് അബ്സോർപ്ഷൻ, എവിടെയാണോ വലിച്ചെടുക്കുന്ന ഭാഗത്തുനിന്ന് താഴെ പോയി കഴിഞ്ഞാൽ ഒരു ഭക്ഷണവും ചെടിക്ക് കിട്ടില്ല. നമ്മുടെ കാലാവസ്ഥയിൽ അങ്ങനെ പ്രശ്നം കൂടി. അതിശക്തമായിട്ടുള്ള മഴ അല്ലെ, ഓരോ വാർഡ് തിരിച്ചിട്ടുള്ള മഴയിലേക്ക് വെരി ഷോർട്ട് ടൈമില് ശക്തമായിട്ടുള്ള മഴ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ വാഷ് ഔട്ട് ചെയ്യുന്നതിന് പിടിച്ചു നിർത്തുകയാണ് നമ്മുടെ ഈ പറഞ്ഞ 50 കിലോ 25 കിലോ ആണ് കൗങ്ങിൽ പറയുന്നത് നമ്മുടെ ജൈവാംശം ഉറപ്പുവരുത്തുന്നത്. അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കാം. അമിത വളപ്രയോഗം അല്ലെങ്കിൽ വളമില്ലാത്ത അവസ്ഥ എന്നുള്ളത് നമ്മൾ പാടെ ഒഴിവാക്കുക. വളം ഇടുന്നതിന് മുമ്പ് നമ്മൾ ജൈവാംശം ഉറപ്പുവരുത്തുക. അതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ശരീരം എങ്ങനെയാണോ നമ്മുടെ ശരീരം എങ്ങനെയാണോ ഭക്ഷണത്തിനെയും മരുന്നിനെയും അല്ലെ നമ്മൾ ആശ്രയിക്കാൻ പോകുന്നത്, അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു ബ്ലഡ് സാമ്പിൾ അല്ലെ, നിങ്ങളറിയാം മിക്കവരും എന്ത് ചെയ്യുന്നവരാണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യുന്നവരാണ്, ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നവരാണ്. ഒരു ബ്ലഡ് ചെക്കപ്പ് ചെയ്യാത്ത ആരുണ്ടാവില്ല. എന്തിനാണ്? നമ്മുടെ പ്രൊഫൈൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ ഉണ്ടോ അല്ലെ, മറ്റു ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്നു, എനിക്ക് കരളിന്റെ പ്രവർത്തനം അറിയാൻ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്ന കൃഷിയിടത്തിലെ മൂലകങ്ങളുടെ അല്ലെ പ്രസൻസ്. നമ്മുടെ കൃഷിയിൽ എന്താണ് പറഞ്ഞിട്ടുണ്ട്? ഏത് കാലമാണ്? 23 കഴിഞ്ഞു, പഴയല്ല. എല്ലാവരും അത്യാവശ്യം അറിവുള്ളവരാണ്. എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നവരാണ്. ആ അറിവ് ഈ കാര്യത്തിൽ അറിവ് കുറച്ച് കുറവുണ്ട്. ഇത് മണ്ണിന്റെ കാര്യത്തിൽ നമ്മുടെ ടെസ്റ്റ്, സോയിൽ ടെസ്റ്റ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. തോട്ടവിളകളിൽ ഞാൻ പുതുതായിട്ട് അധികം നമ്മൾ മേൽമണ്ണിയുടെ സോയിൽ ടെസ്റ്റ് ആണ് പറയുന്നതെങ്കിലും ഇപ്പോ ഞങ്ങൾ കഴിഞ്ഞ 2025 എൻ്റെ ഒരു നിങ്ങൾക്ക് പരിചയമുണ്ടാവുന്ന KM ശ്രീകുമാർ എൻ്റെ സാറാണ്. ഞങ്ങൾ ഈ ഭാഗത്താണ് മാലം ഭാഗത്താണ് എന്തെങ്കിലും കൗങ്ങ് ഈ മഞ്ഞളിൽ വന്ന കൗങ്ങ് ഞങ്ങൾ പാടെ പൊക്കിക്കൊണ്ടുപോയി. വേര് എന്താണ് ചെയ്യാത്ത കാരണം? വേരിനെ അടക്കം കൊണ്ടുപോയി മഞ്ഞളിപ്പ് വന്ന വേരുകൾക്ക് സംഭവിക്കുന്ന ജഡവേരുകൾ തന്നെ അവിടെ അറ്റം ഡ്രൈ ആയിരിക്കുകയാണ്. അറ്റം ഡ്രൈ ആയിട്ട് കറുത്തിരിക്കാൻ ഡ്രൈ ചോക്കിങ് പറയുന്നത് നശിച്ചു. അതിലൂടെ ഒരു സാധനം വലിച്ചിട്ടില്ല. അപ്പൊ ആ മഞ്ഞളിപ്പിന് കാരണം, മുകളിലത്തെ സാധനം മഞ്ഞളിപ്പിന് കാരണം ഈ വേരുകൾക്ക് വെള്ളവും വളവും വലിച്ചെടുത്താൽ മാത്രം മഞ്ഞളിപ്പ് മഗ്നീഷ്യം കിട്ടില്ല, പിന്നെ നൈട്രജൻ കിട്ടില്ല. അപ്പോഴാണ് മഞ്ഞളിപ്പ് കാണുന്നത്. അപ്പൊ ഈ വേര് ജലവേരുകളൊന്നും നടന്ന് കുറുകി പോകുന്ന അവസ്ഥ. അപ്പോ നമ്മളത് പരിശോധിച്ച സമയത്ത് നമുക്ക് മനസ്സിലായത്, പ്രത്യേകിച്ചും ബഹുവർഷികളായിട്ടുള്ള വിളകൾ, തെങ്ങ് കവുങ്ങെല്ലാം എടുത്തിട്ടുള്ള എല്ലാ കണ്ടീഷനും മൂലകങ്ങളുടെ അഭാവം ഒരു 30% വരെ സംഭവിച്ചു കഴിഞ്ഞാൽ
ആ ചെടിയെ തിരിച്ചു കൊണ്ടുവരാ എന്നുള്ളത് വളരെ വളരെ പ്രയാസമുള്ള കാര്യം. എത്ര ശതമാനം? 30%. അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പോയി. 30%-ത്തിനുള്ളിലാണ് ഏത് ഈ തടിയിൽ മൂലകത്തിന്റെ അഭാവമെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ മണ്ണിലിട്ടുണ്ട്. അതിനെന്ത് വേണം? മണ്ണിന്റെ പരിശോധനയും നമ്മൾ പറയാണ് ഇടയ്ക്കൊരു ചെടിയിലെ പരിശോധന നടത്തണം. ചെടിയിൽ പരിശോധിക്കട്ടെ. ചെടിയിൽ പരിശോധിക്കാൻ നമുക്കറിയാം. എന്റെ സ്റ്റുഡന്റിന്റെ റിസർച്ച് വർക്കിൽ നിങ്ങൾ ചെടിയിൽ പരിശോധിച്ചു. രോഗം വന്നതും രോഗം വരാത്തതും ഈ ഭാഗത്തൊക്കെ എടുത്ത് ഈ നമ്മുടെ ഈ പഞ്ചായത്ത് ഏകദേശം കാർമിക ബ്ലോക്ക് തൊട്ട് ഇങ്ങോട്ട് വരും, ചെറുപുഴ വരെയുണ്ട്. ഞങ്ങളൊരു പുതിയ മൈക്രോ ഓർഗാനിസം കണ്ടുപിടിച്ചിട്ടുണ്ട് തെങ്ങിലെ ഈ ഇലപ്പുള്ളി രോഗത്തിന് കാരണമായിട്ട്. അദ്ദേഹമൊക്കെ സാമ്പിൾ കൊണ്ടുവരുന്നതാണ്. നമ്മൾ ആ വേര് നോക്കി കേട്ടോ, ചോക്കിങ് ഉണ്ടാവില്ല. അദ്ദേഹം കൊണ്ടുവന്ന നഴ്സറി സാമ്പിളിന് അതിന് ആ വേരുകൾക്കൊരു ചോക്കിങ് ഉണ്ട്. അതൊരിക്കലും കൂടുതലായതുകൊണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ കുറുകുന്ന വേര് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 മൂലകങ്ങളുടെ കുറവ് നമുക്ക് മനസ്സിലായി വരിക. ഇലയുടെ കുറവ് ഞാൻ പറഞ്ഞുതരാം. രോഗം വന്ന ഇലകളില് പൊട്ടാഷ്യം കാൽസ്യം കുറവൊന്നുമില്ല. അത് പരിശോധിച്ചു. രോഗമില്ലാതെ കൃത്യമായിട്ട് അതിലൊരു രോഗവും നല്ല പച്ച ആരോഗ്യം. മനസ്സിലായ വ്യത്യാസം? കാരണം രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെ? പൊട്ടാസ്യം. പ്രതിരോധം കൊടുക്കുന്ന പ്രധാനപ്പെട്ട പ്രാഥമിക ഒരാളാണ്. പിന്നെയുള്ളതാണ് എല്ലുകൾക്കും പല്ലുകൾക്കും ബലം. നമ്മൾ കാൽസ്യം പറയാറില്ല. ചെടികൾ പോലെയാണ് കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ബലക്കുറവുണ്ടാവും. കേറും, അറ്റാക്ക് ചെയ്യും. ബോറോ പ്രധാനപ്പെട്ട മൂലകമാണ്. ഈ വന്നു കഴിഞ്ഞാൽ രോഗാണുക്കൾ വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ചില എൻസൈം റിയാക്ഷൻസ് നടക്കണമെങ്കിൽ എന്ത് വേണം? ഈ 3 കുറവും. സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? രോഗം വരും. ഈ 3 ഇല്ലെങ്കിൽ വേറൊരു പ്രശ്നം വേണ്ടും. കോശരസങ്ങൾ. നേരത്തെ ആർക്ക് കോശരസങ്ങൾ? വേരിലെ കോശരസങ്ങൾ അവിടെ ജീവിക്കാൻ വേണം. പക്ഷെ ഇലകളിൽ നിന്ന് അസ്വാഭാവികമായിട്ടുള്ള കോശരസങ്ങൾ പുറത്തേക്ക് വന്നാൽ അത് മധുരമാണ്. ആരെ അട്രാക്ട് ചെയ്യും? രോഗകാരികളായിട്ടുള്ളവര് ഇലകളിലേക്ക് വരുന്ന ഈ പറഞ്ഞ രോഗാണുക്കൾ, ഈ ഇലപ്പുള്ളി രോഗത്തിന്റെ രോഗാണുക്കൾ എങ്ങനെ വന്നതാണ്? ഇങ്ങനെ വന്നതാണ്. അതുകൊണ്ടാണ് ഈ കാൽസ്യം, ബോറോൺ, പൊട്ടാഷ്യം ഒക്കെ ഇലകളിൽ ആര് വന്നിട്ടില്ല? ഇല പരിശോധനയാണ്. അപ്പോ ഇതിന്റെ കൂടെ നമ്മൾ പരിശോധിക്കേണ്ടത് വേറെ ഒരു പാളിയും കൂടി ഉണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ മേൽമണ്ണിലെ പരിശോധന കൂടാതെ ഇടയ്ക്ക് നമുക്ക് ഫ്രൈട്രേറ്റൊക്കെ ചെയ്യാവുന്നതാണ്. ഒരു 30 സെന്റിമീറ്റർ ബിയോണ്ട് കൗങ്ങലിത്തങ്ങനൊക്കെ അതിന്റെ താഴെയുണ്ട് കുറച്ച് ദിവസം. ആ പരിസരം കൂടെ നമ്മുടെ ഇടയ്ക്ക് 2-3 വർഷം കൂടുമ്പോൾ ഒന്ന് പരിശോധിക്കുന്നത്, റാൻഡമായിട്ട് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോ കേരളത്തില് പുതിയ പ്രതിഭാസമുണ്ട്, സബ്സോയിൽ അസിഡിറ്റി. അതായത് മേൽമണ്ണിൽ മാത്രമല്ല താഴത്തെ പാടിയിലും അമ്ലത എത്തിയിരിക്കുന്നു. ആ അമ്ലത സ്വഭാവം ഉണ്ടെങ്കിൽ, മൂലകത്തിന്റെ അഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ തെങ്ങിനും കവുങ്ങിനും യഥാർത്ഥ രീതിയിൽ വിളകൾ കിട്ടില്ല. സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തത്? ആസിഡ് ആവുമ്പോൾ, അസിഡിറ്റി ആവുമ്പോൾ, അമ്ലത സ്വഭാവം ഉണ്ടെങ്കിൽ ബാക്ടീരിയ വളരെ ബാക്ടീരിയക്ക് വേണ്ടത് വെള്ളത്തിന്റെ കൊണ്ടുള്ള pH ആണ്. അവിടെ ബാക്ടീരിയ വേണ്ടത് നമ്മൾ സപ്ലൈ ആയിട്ട് കേസ് ഇതും നമ്മുടെ എന്താണ് കർഷക കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കാർഷിക സർവകലാശാലൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇട്ടോ, ഇവൻ വർക്ക് ചെയ്യുമോ? അവിടെയാണ് നമ്മൾ ലൈനിങ് ചെയ്യേണ്ടതിന്റെ, അമ്ലത കുറക്കേണ്ടതിന്റെ ആവശ്യകത വരുന്നത്. ജൈവാംശത്തിന്റെ ആവശ്യകത. ഈ ജൈവാംശം അമ്ലത കുറക്കും. ഇതിന്റെ കൂടെ നമ്മൾ ഉമ്മായം, ഡോളോമൈറ്റ് പോലുള്ള ക്വാളിറ്റികളുടെ പറ്റിക്കപ്പെടാൻ പാടില്ല ക്വാളിറ്റിയുള്ള ഇത്തരം ഇനി ചാരം അമ്ലത കുറക്കാനാണ്. ചാരം, വെണ്ണീർ എന്ന് പറഞ്ഞാൽ ചാരം എന്നുള്ളത് അമ്ലത കുറക്കും. പൊട്ടാഷ്യം കൊടുക്കുന്നില്ല. ചിലവർക്ക് വെണ്ണീർ പൊട്ടാഷ്യം പരിധിവരെ കൊടുക്കുന്നു. പക്ഷെ ഏറ്റവും നല്ലൊരു ഗുണം ഇതിന്റെ, കാരണം കാസർഗോഡ് ഞങ്ങൾ ബന്ദർക്ക് ഭാഗത്തൊക്കെ പോകുമ്പോൾ, ബന്ദരിക്കല്ല മഞ്ചേശ്വരം ബ്ലോക്ക് ചുടുവെണ്ണീർ കിട്ടുന്ന ചുടുവെണ്ണീർ അറിയല്ലേ, മണ്ണ് കത്തിച്ചിട്ട് വേസ്റ്റ് ഒക്കെ കത്തിച്ചിട്ട് നല്ലതാണ്. പക്ഷെ അതിൽ ഇതുണ്ട്, ഇത് നമ്മൾ നന്നായിട്ട് പറയുന്നത്. പക്ഷെ ഒരുപാട് വേസ്റ്റ് കത്തിച്ചത് കൊണ്ടുള്ള പ്രശ്നം വെച്ചാൽ ഈ ജൈവാംശത്തിന്റെ കുറവും പൊട്ടാഷ്യം അല്ലെങ്കിൽ ഒരു പരിധിവരെ അമ്ലത കുറക്കുന്നുണ്ട്. ജൈവാംശത്തിന്റെ കുറവ് ആ തോട്ടങ്ങൾ എല്ലായിടത്തും കത്തിക്കാം. അപ്പൊ ഒരു പരിധിവരെ ഒരു 50-50 ആണ് വേണ്ടത്. കുറച്ച് ചൂടുവെണ്ണിനേക്കാൾ ബാക്കി അങ്ങനെ തന്നെ ജൈവാംശമായിട്ട് കൊടുക്കുക. അപ്പൊ ഇതിന്റെ കൂടെ
ഈ ഒരു കാര്യമാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വളം തീരെ കുറഞ്ഞാൽ, അമിതമായ വളമിട്ടാൽ പ്രശ്നം ഞാൻ പറഞ്ഞു. മിതമായ ശരിയായ അളവിലുള്ള വളം അല്ലെങ്കിൽ മണ്ണിൽ നിങ്ങളെ മണ്ണിൽ അതുണ്ടെങ്കിൽ, കാരണം ചില മണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മണ്ണിൽ ഓൾറെഡി ഉണ്ടാവും, എന്തെങ്കിലും വെള്ളം പോലും. അങ്ങനെയുള്ള മണ്ണിൽ എന്തുണ്ടാവുള്ളൂ? നമ്മൾ ഉദ്ദേശിച്ച വിളവുണ്ടാവുള്ളൂ, രോഗപ്രതിരോധ ശക്തി ഉണ്ടാവുള്ളൂ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എന്തുണ്ടാവുള്ളൂ, നമുക്ക് ഏത് സാധനങ്ങളും ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല. നമ്മൾ കുറച്ചു നാള് ആദ്യത്തെ സ്റ്റേജിൽ മേൽമണ്ണിലെ വളം കിട്ടി, നമ്മൾ ആദ്യം നമ്മൾ പ്രശ്നങ്ങൾ കണ്ടില്ല, പിന്നെയാണ് ഇത് കാണാൻ തുടങ്ങിയത്. അങ്ങനെയാണ് പൊതുവെ കർഷകർ പറയുന്നത്. ആദ്യം മേൽമണ്ണിൽ നല്ല വളം, പിന്നീട് താഴെ എത്തുമ്പോൾ ഫീൽഡ് എത്തുമ്പോഴത്തേക്ക് എന്തില്ല, വളമില്ല. വളമില്ലെങ്കിൽ, വളമില്ലാന്നല്ല, ആ വളത്തിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ, ജൈവാംശത്തിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഇതിന് പണിയെടുക്കാനുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം കുറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാം. നമ്മുടെ മണ്ണിൽ സ്വാഭാവിക അമ്ലത കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു, മഴ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് അത് കൂടുന്നതിൻ്റെ ഒരു കാരണം. മഴ പെയ്യുമ്പോൾ മണ്ണിലുള്ള കാൽസ്യം അല്ലേ, സോഡിയം പോലുള്ള മൂലകങ്ങൾ വാഷ് ഔട്ടായിരുന്നു. തനിക്ക് പോകുന്നത്, ഒലിച്ചു പോകും. നല്ല അല്ലെ ചുവന്ന നിറത്തിലെ മണ്ണാണ്, വെള്ളമാണ്, അത് വാഷ് ഔട്ട് ആയിട്ടുണ്ട്. അത് ബേസിക് ആയിട്ടുള്ള മൂലകങ്ങളാണ്. എന്നിട്ട് നമ്മുടെ മണ്ണിൽ എന്താണ് മാത്രം ഉണ്ടാവുള്ളൂ? അയൺ, അലുമിനിയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ അലുമിനിയത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കണ്ട ചരടില്ലേ, ഈ അലുമിനിയത്തിന്റെ ഒരു പ്രത്യേകത, അലുമിനിയം ഈ കാൽസ്യം ഇവരൊന്നും ഇല്ലെങ്കിൽ അലുമിനിയം മാത്രമേ ഉള്ളുവെങ്കിൽ അവൻ ഹൈലി ടോക്സിക് ആണ്, വിഷമാണ്. അതിന്റെ ആ അലുമിനിയം ഏരുകൾക്ക് മുട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നേരത്തെ പറഞ്ഞ പോലെ ചോക്കിങ്, അത് ചുരുങ്ങി കുറുകുന്നു, കരിഞ്ഞു പോയി, അറ്റം. മനസ്സിലായില്ലേ? അവിടെ അലുമിനിയം ടോക്സിസിറ്റി കൂടി കഴിഞ്ഞാൽ ആരുണ്ടാവില്ല, നമ്മൾ ഇട്ട് കൊടുത്ത ഒരു സൂക്ഷ്മജീവികളും അവിടെ സസ്റ്റെയിൻ ചെയ്യും, നിലനിൽക്കില്ല. അലുമിനിയം ഹൈലി ടോക്സിക് ആണ് അലുമിനിയം. നമ്മുടെ മണ്ണിൽ എന്തെങ്കിലും സ്വാഭാവികമായി ഇഷ്ടം പോലെ കൂടുതലാണ്. ചെറിയൊരു മിസ്മാനേജ്മെന്റ് കൊണ്ടാണ്. സ്വാഭാവിക അലുമിനിയത്തിന്റെ ടോക്സിറ്റി എപ്പോഴും കൂടും മഴ കഴിയുമ്പോഴത്തേക്ക്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് വേണം, ഒന്ന് പുളിപ്പരസം കുറക്കുക, ജൈവാംശം ഇടാം. മഴയ്ക്ക് ശേഷം അല്ലെ നമ്മൾ വളപ്രയോഗം നടത്തുമ്പോൾ സാധാരണ പറയുന്ന 2 കാര്യങ്ങളാണ്. മെയ് ജൂൺ മാസത്തിൽ വളമിടുക, മഴയ്ക്ക് ശേഷം ഒരു വളപ്രയോഗം. ശരിക്കും കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഡിസംബറിലൊക്കെ നമുക്ക് മഴ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് പുതിയ ഗവേഷണത്തിൽ മനസ്സിലായത് സ്പ്ലിറ്റ് ഡോസ്, അത് ജൈവാംശം ആയിക്കോട്ടെ, സൂക്ഷ്മജീവികളായിക്കോട്ടെ, ഏത് ഉമ്മയായിക്കോട്ടെ, എത്ര തവണകളായിട്ട് നമ്മൾ ഇടുന്നോ അത്രയും ഗുണം നമ്മുടെ മണ്ണിനുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ്, ഒരു മഴക്കത് വാഷൗട്ടായി പോകുന്നു. മഴയ്ക്ക് മുമ്പേ, മഴയ്ക്ക് ശേഷം എന്നുള്ളത് ഒക്ടോബർ അല്ലെ ഓഗസ്റ്റിലായിരിക്കാം. പിന്നെ ഒരു നമുക്ക് ഇടമഴ കിട്ടുന്നുണ്ട്, അത് നല്ല ശക്തമായിട്ടുള്ള മഴയാണ് അല്ലെ. ചില സമയത്തൊക്കെ ഒക്ടോബറിലോ ഡിസംബറിലോ ശക്തമായ മഴയാണ്. അതുകൊണ്ട് നമ്മളൊരു ജനുവരിയിലും കൂടെ വളപ്രയോഗം എങ്ങനെ ഇടുന്നത്, സൂക്ഷ്മജീവികളായിക്കോട്ടെ, അല്ലെങ്കിൽ ജൈവാംശമായിക്കോട്ടെ, കുമ്മായമായിക്കോട്ടെ, ലൈംഗികത്തിൽ ഏതുമായിക്കോട്ടെ, ഒരു വർഷം ഇടുന്നതിന് അളവ് നമ്മൾ കൂട്ടുന്നില്ല. അളവ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. 1 കിലോ ആണ് ഇടുന്നെങ്കിൽ, അല്ലെങ്കിൽ കുമ്മായ 1 കിലോ ഇടുന്നെങ്കിൽ, അല്ലെങ്കിൽ 2 കിലോ ആണെങ്കിൽ തവണകളായിട്ട് 3 കിലോ കുമ്മായ ഒരു വർഷം കണക്കിൽ ഓരോരോ തവണ ഇടണം. ജൈവാംശമാണെങ്കിൽ ഒന്നിച്ചത് ഒളിച്ചു പോകുന്നതിന് പകരം വേണമെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ജൈവാംശം ആദ്യം ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം അത് വിഘടിക്കാൻ സമയമെടുക്കും. മെല്ലെ വിഘടിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ വേഗത്തിൽ ഒളിച്ചു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ആയിട്ട് ഇടുക എന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഇതിനൊക്കെ കൂടുതൽ നേരം നിങ്ങൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് മനസ്സിലാകുന്ന വേഗം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി നിങ്ങളെ ഇന്ററാക്ഷൻ ഇടപെടാൻ വേണ്ടിയിട്ടാണ്. കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, അത് മറ്റൊരു അവസരത്തിലാവാന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ പോയിന്റ്, ഈ ഒരു ക്ലാസ്സിന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. സൂക്ഷ്മ ജീവികളുടെ കലവറയാണ് മണ്ണ്. എങ്ങനെ പറയാൻ പറ്റുള്ളൂ? ആ കലവറ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മണ്ണിന്റെ സ്വാഭാവിക സാഹചര്യത്തിൽ ആ കലവറയായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു സൂക്ഷ്മജീവിയിൽ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സൂക്ഷ്മജീവികൾ മണ്ണിൽ നിൽക്കുന്നില്ല. അതിനാവശ്യം എന്താണ്? മണ്ണിൽ 45% മിനറൽസ്, അത് വെറും അയൺ അലുമിനിയം അല്ല, ഒരു ചരലല്ല, എല്ലാ മിനറൽസുമാണ്. ചെടിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് വേണം, സൂക്ഷ്മജീവികൾക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് വേണം, അതിനാവശ്യമായിട്ടുള്ള എന്ത് വേണം?
50%, 25% വായു, 25% വെള്ളം, 5% ജൈവാംശം. പക്ഷേ കേരളത്തിലെ മണ്ണിൽ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നില്ല. ഇപ്പൊ ദശാംശത്തിലാണ് നമ്മുടെ ജൈവാംശം. അതിനെ ഒന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഫെയർ ട്രേഡ് ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ ജൈവകൃഷിയുള്ളവർക്കാണ് അതിന് പെട്ടെന്ന് ആ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുന്നവർ 1% നിങ്ങൾ എത്തിക്കാൻ നോക്കാം. എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ സോയിൽ ടെസ്റ്റ് ചെയ്ത് കാലാകാലങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഓരോ വർഷം ചെയ്യണമെന്നല്ല, മിനിമം 2 വർഷം കൂടുമ്പോഴെങ്കിൽ സോയിൽ ഹെൽത്ത് കാർഡ് നമ്മുടെ കയ്യിൽ വേണം, റേഷൻ കാർഡ് പോലെ. അത് നിങ്ങളുടെ സാമ്പത്തികത്തിൽ നല്ലതാണ്. കാരണം വെറുതെ വളം കൂടിയിടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ വളയിടേണ്ടതില്ല, ചിലപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ ന്യൂട്രിയൻസിന്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ വളം ഇട്ടാൽ മാത്രമേ കഴിഞ്ഞ 2000 പഠനത്തിന് ഞാൻ പറയും 32,000 സാമ്പിൾ സോയിൽ ടെസ്റ്റ് ചെയ്തത് ഈ പ്രദേശത്തുണ്ട്. സോയിൽ ടെസ്റ്റിന്റെ റിസൾട്ട് നമ്മൾ പറയാം. 1995 കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശത്തെ മണ്ണിൽ കുറവ് എന്ന് പറയുന്നത് യൂറിയ മാത്രമല്ല, നൈട്രജൻ ആയിരുന്നു. നമുക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, ബോറോൺ കാൽസ്യം ഉണ്ടെങ്കിൽ. 2005 എത്തുമ്പോഴത്തേക്ക് നമുക്ക് മാഗ്നീഷ്യത്തിൽ കുറവ് കണ്ടു തുടങ്ങി. നമ്മൾ കണ്ടതാണ് കേട്ടോ. 2010 എത്തുമ്പോഴത്തേക്ക് ഇപ്പോഴും നമ്മൾ കാണുന്നത് കാൽസ്യം ബോറോണിന്റെ കുറവ് കണ്ടു തുടങ്ങി. സൂക്ഷ്മ മൂലകങ്ങളും മുമ്പ് സൂക്ഷ്മ മൂലകത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രാഥമിക മൂലകങ്ങളിലെ കുറവുള്ളൂ. മാഗ്നീഷ്യം ദ്വിതീയ മൂലകമായിരുന്നു, ദ്വിതീയ മൂലകത്തിന്റെ കുറവുണ്ട്. മാഗ്നീഷ്യത്തിന്റെ കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി നിങ്ങൾക്ക് മനസ്സിലാവും. വേനൽ മഴ ഒരു കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ മഴക്കാലത്ത് വരുമ്പോഴത്തേക്ക് പച്ച ആയിരിക്കും എല്ലാ മരങ്ങളും. പക്ഷെ വേനൽ വരുമ്പോഴത്തേക്ക് മെല്ലെ വെളിച്ചമാണ്, അല്ലെ, നല്ല മഞ്ഞളിപ്പ് തുടങ്ങാറുണ്ട്. അത് ഈർക്കിലിന്റെ അല്ലെങ്കിൽ ഇടക്കിടക്കായിട്ടുള്ള മഞ്ഞളിപ്പായിരിക്കും നമ്മൾ. അതായത് അതെന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ് എഫക്റ്റ് ആണ്. UV റേഡിയേഷൻ തട്ടുമ്പോൾ മാഗ്നീഷ്യം കുറയുന്ന ഇലകളിൽ ബ്ലീച്ചിങ് എഫക്റ്റ് കാണും. അതാണ് ഒരു മഞ്ഞളിപ്പ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ കാണാൻ തുടങ്ങിയത് ഈ 2000 ശേഷം. സ്വാഭാവികമായിട്ട് നമ്മുടെ മണ്ണിലെ ഈ കുറവ് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്രമീകരിക്കുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബോറോൺ ഈ അടുത്ത് നമുക്കൊരു 2010 ശേഷം ബോറോണിന്റെ ഒരു എഫക്റ്റ് നമ്മൾ കായ്ഫലമില്ല, ഉള്ളിൽ തേങ്ങയില്ലാത്ത ചകിരി മാത്രമല്ല, അല്ലേ, കണ്ടിട്ടില്ല നിങ്ങൾ. പിന്നെ എന്താണ് അതിനകത്ത് ചിരട്ട ഉണ്ടാവും, പക്ഷെ താമസിക്കാറില്ല, അല്ലെ, വെള്ളമില്ലാത്ത ഇത്. പിന്നെ കുറുകിയിട്ടുള്ള ഒരുപാട് തേങ്ങകളൊക്കെ നമ്മൾ ഉണ്ടാവും. മേൽമണ്ണിലാണ് കൂടുതൽ ബോറോണിന്റെ കുറവ് നമ്മൾ കാണുന്നത്. നമ്മുടെ കുറവ് സ്വാഭാവികമായിട്ട് മേൽമണ്ണിൽ കവുങ്ങിന് അറ്റം കുറുകി പോവുക, എന്താണ്, അല്ലെ, മണ്ട കൊടുക്കുക, എന്നതൊക്കെ ഈ ബോറോണിന്റെ കുറവാണ്. നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഞാൻ പറയാം, താഴ്വേര് പഠനങ്ങളായിട്ടുള്ള മാവോ പ്ലാവിനോ എന്തെങ്കിലും നിങ്ങൾ ലക്ഷണം കിട്ടണം ഇല്ല. നമ്മുടെ നിങ്ങൾ ഈ പ്രദേശത്ത് നോക്കിയാൽ മതി, ഇങ്ങോട്ട് ഭാഗത്തേക്ക് മലയോര മേഖലയുടെ ഫോറസ്റ്റ് സിസ്റ്റം നമ്മുടെ കൃഷിയുടെ നോക്കിയാൽ കൃത്യം മനസ്സിലാവും എവിടെയാണ് മഞ്ഞളിപ്പുള്ളത്. കൃഷി ഫോറസ്റ്റ് എല്ലാം താഴ്വേരാണ് വേണ്ടത്. അവര് ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ മണ്ണിനെ എത്തിക്കാനുള്ളതാണ്. അതിന് പല തട്ടുകളായിട്ടുള്ള ചെടികളുടെ വളർച്ചയാണ് നമ്മൾ സഹായിക്കുന്നത്. ഒരേ തട്ടിൽ നിന്നും മൂലകങ്ങൾ ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ അവിടെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. പകരം നമ്മുടെ മലയോര മേഖലകൾക്ക് ആവശ്യമായിട്ടുള്ള കൃഷി രീതി എന്ന് പറയുന്നത് പല തരങ്ങളിലെ ഫോറസ്റ്റിനെ മിമിക് ചെയ്യുന്ന രീതിയിലുള്ള കൃഷിയാണ്. മണ്ണിനും നമുക്ക് നല്ലത്, പല ഇൻകം സോഴ്സ് ഒക്കെ നമുക്ക് നല്ലത്. ഒരേ ഇൻകം സോഴ്സ് ആണ് അല്ലല്ലോ, ആ രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് പല എന്താണ് ഫ്രൂട്ട് ക്രോപ്സും മറ്റേതും നമ്മൾ തോട്ടവിളകളിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനമാണ്. കാരണം ഈ തെങ്ങ് കവുങ്ങ് മാത്രമല്ല, ഫ്രൂട്ട് ക്രോപ്സ് പല ആഴങ്ങളിലുള്ള വേരുകൾ ഉള്ള ചെടികൾ കൂടെ ഇടവിളയായിട്ട് വളർത്തുമ്പോൾ മാത്രമേ ആ സ്വാഭാവികമായിട്ടുള്ള ഒരു ഫോറസ്റ്റിന്റെ ഇക്കോസിസ്റ്റം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, പ്രത്യേകിച്ച് മലയോര. ഇത് നേരത്തെ പറഞ്ഞ അതിന്റെ ഇലകൾ അടിയുമ്പോഴുള്ള റബ്ബർത്തോട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് ഇലകൾ അടിഞ്ഞ് നല്ല തിക്കായിരിക്കും. സ്വാഭാവിക മഞ്ഞളിപ്പും ഇതുവരെ റബ്ബർത്തോട്ടത്തിന് കണ്ടിട്ടില്ല. റബ്ബറിന് മഞ്ഞളിപ്പും വേരുരോഗം വരും. പിന്നെ മുൻ വേരുകൾ വലിയ മരങ്ങൾ കുറിച്ചിട്ട് നമ്മൾ അവിടെയാണ് റബ്ബർ പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3-4 തരത്തിലുള്ള വേര് രോഗങ്ങൾ വരും. ചുവന്ന കളറുള്ളത്, തവിട്ട് കളറുള്ളത്, വെള്ള നിറത്തിലുള്ളത്, നമ്മുടെ ഉപ്പലുകളാണ് കൂടുതൽ വരുന്നത് വേരുകൾ. അത് സ്വാഭാവികമായിട്ടും ഇടയ്ക്ക് ഈ നേരത്തെ പറയുക നമ്മൾ കൂടുതലും ഫാക്ടർ ഫോഴ്സ് അല്ലെങ്കിൽ റബ്ബറിന്റെ മിക്സ്ചറാണ് നമുക്ക് കൊടുക്കുക, അല്ലെ, കൂട്ടുവളങ്ങളാണ് റബ്ബറിനിട്ട് കൊടുക്കുക. പക്ഷേ ഇടയ്ക്ക് പൊട്ടാഷ്യം അല്ലെങ്കിൽ ഇടയ്ക്കൊരു ലൈനിങ്
ഏറ്റവും ബെസ്റ്റ് ആണല്ലോ റബ്ബറിന്. പക്ഷെ എനിക്ക് റബ്ബർ ബോർഡിന്റെ റെക്കമെൻഡേഷൻസിൽ എത്രത്തോളം ലൈമും പൊട്ടാഷ്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. അത് വേണം നമ്മുടെ പ്രത്യേകിച്ച് അമ്ലത കൂടുമ്പോഴും ഫംഗസിന്റെ പോപ്പുലേഷൻ കൂടും. അമ്ലത കൂടും. പുളിപ്പ് രസം ആർക്കും ഇഷ്ടമാണ്? കുമിളിന് ഇഷ്ടമാണ്. പക്ഷെ ബാക്ടീരിയക്ക് പ്രതിഫലിക്കുന്ന ബാക്ടീരിയക്ക് ഇഷ്ടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ശ്രദ്ധിച്ചാൽ മതി, ഇലകൾ റബ്ബർ തോട്ടത്തിലെ ഇലകൾ വിഘടിക്കാൻ താമസിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മണ്ണ് പുളിപ്പ് രസം കൂടുതലാണ്. നന്നായിട്ട് വിഘടിച്ചിട്ട് നല്ല പൊടിരൂപത്തിൽ പോലെ ആകുന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? നല്ല ബാക്ടീരിയ ഉണ്ട്, തോട്ടം അമ്ലത അത്രയില്ല, നല്ല രീതിയിലുള്ള അല്ലെ ലൈനിങ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന തോട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വിഘടനം വളരെ ഫാസ്റ്റ് ആയിരിക്കും. അത് അവിടെ ആര് കൂടും? അടിഭാഗത്ത് ഫംഗസ് കൂടിയിട്ട് ചീക്ക് രോഗം, വേര് രോഗങ്ങളിലേക്ക് അത് കാരണം. പ്രത്യേകിച്ച് ആ ഫംഗസ് ആക്റ്റീവ് ആവുന്നത് ഹൈ pH ലാണ്, ലോ pH. ബെസ്റ്റാണ് ഇട്ട് ഞങ്ങളുടെ റെക്കമെൻഡേഷനിൽ പ്രവർത്തിക്കുന്ന കുറച്ച് കർഷകരുണ്ട് നമ്മുടെ കേൾക്കുന്നത്. നല്ല പാലാണ് രോഗപ്രതിരോധ ശേഷി. ഇടയ്ക്ക് ആ രണ്ട് ഇടയ്ക്ക് ആയിട്ടൊരു കുമ്മായി ഉണ്ടാവും, അല്ലെങ്കിൽ ചുറ്റും നടത്താനും ഒരു കുഴപ്പമില്ല. ഒന്ന് വേറി കൊടുത്താൽ പറയും, കയ്യിൽ പിടിച്ചിട്ട്. എപ്പോഴും കുമ്മായോട് ശ്രദ്ധിക്കേണ്ടത്, ഒരു വർഷം നിങ്ങൾ എന്താണ് കുമ്മായോടെ അടുത്ത വർഷം ഡോളോമൈറ്റ് ഒന്ന് ഒരേ സാധനം തന്നെ ഇടരുത്. അതേപോലെ ഒരേ ആൾക്കാരിൽ നിന്ന് കാരണം ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റും. പലപ്പോഴും ഞങ്ങൾ അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് ക്വാളിറ്റി വ്യത്യാസം, കാരണം അതിൽ ഒരുപാട് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഉണ്ട്. കാറ്റമാറ്റിക്സ്, സ്റ്റോറേജ് കപ്പാസിറ്റി, ബഫറിംഗ് കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയിലെ വലിയ വലിയ ആൾക്കാർ, കർഷകരുടെ കൂട്ടായ്മ, അവര് ബൾക്കായിട്ട് പഠിച്ചിട്ട് ടെസ്റ്റ് ചെയ്താൽ ഞാൻ ഒന്നോ രണ്ടോ സാമ്പിള് സത്യസന്ധമായി പറയാണ് ക്വാളിറ്റി. എന്തിനാണ് വളത്തിന് തന്നെ ഇല്ല എന്ന സത്യം നിങ്ങളോട് പറയാൻ പറ്റില്ലായിട്ട് അത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുകൊണ്ട് ഞാൻ ഫെഡറേറ്റ് റോൾ ഉണ്ടല്ലോ, ഇടയ്ക്കൊരു ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ഇവരെ സഹായിക്കണം. കാരണം ചിലർക്കൊക്കെ ഇതിനുള്ള സാമ്പത്തിക, ഞാൻ ഇപ്പോഴും പറഞ്ഞതാണ്, കർഷകർ കൂട്ടായ്മ ചെയ്യാൻ പറ്റും. ഓരോ ഇൻഡിവിജ്വൽ ചെയ്തില്ലെങ്കിലും ഒരു കർഷകർ കൂട്ടായ്മ അവർക്ക് ടെസ്റ്റ് നടത്താൻ പറ്റും. ആ ടെസ്റ്റ് പലപ്പോഴും ചെയ്യുന്നുണ്ടോ ഒരു മേഖലയിലെ കർഷകരുടെ ആന്ധ്രയിലാണ് ഡോളോമൈറ്റ് എടുക്കുക. തീർച്ചയായിട്ടും അവർ തരുന്ന സാമ്പിൾ മോശമായിരിക്കും, പക്ഷെ അവർ കൊണ്ടുവന്ന ലോറിയിൽ നിന്ന് ഒരു സാമ്പിൾ കൊണ്ടുവന്ന് ഞങ്ങളോട് പരിശോധിച്ചിട്ട് നല്ല ഗുണം തന്നെയായിരിക്കും. അവർ ബൾക്കായിട്ട് കൊണ്ടുവന്നായിരുന്നു സ്കൂൾ. അങ്ങനെ നമുക്ക് കൊണ്ട് റാൻഡം ചെക്ക് ചെയ്തിട്ട് ക്വാളിറ്റി കൊടുക്കും. കാരണം നമ്മൾ മണ്ണിലേക്ക് ഇടുന്ന എന്താണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതേപോലെ മറ്റൊരു പ്രാക്ടീസാണ്, അതുകൂടെ പറഞ്ഞാൽ നിർത്താൻ. ആ പ്രാക്ടീസാണ് നമ്മുടെ ഈ ജൈവവളങ്ങളൊക്കെ ഇടുന്നതോടുകൂടെ നമുക്കൊരു ജൈവവളത്തിന്റെ ഒരു ട്രെൻഡ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുന്നതാണ് കോഴിവളം. അല്ലേ, ട്രെൻഡാണ് കോഴിവളത്തിന്. മുമ്പ് അങ്ങനെ ഒരു ട്രെൻഡില്ല. കോഴി അടിഘട്ടം ഒരു പരിധി വരെ കുഴപ്പമില്ല. പക്ഷെ കോഴിവളത്തിന്റെ പ്രത്യേകതയുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള കോഴിവളം എന്ന് പറഞ്ഞത് അമോണിയ കൂടിയതാണ്, ഹൈ അസിഡിറ്റിയാണ്, നമ്മൾ വിചാരിച്ച ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുപോലെ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടും. ഈ രണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കവുങ്ങ് തന്നെ ഉണങ്ങിപ്പോയിട്ട് ഞങ്ങൾ ഫീൽഡിൽ കണ്ടിരുന്നു. കവുങ്ങ് എങ്ങനെ ഉണങ്ങി? ഈ ഇതിട്ട് കൊടുത്ത വേര് കംപ്ലീറ്റ് ആയിട്ട് പുഴുങ്ങിയ പോലെ. തെങ്ങിന്റെ വേര് തന്നെ കട്ടിയുള്ളതല്ലേ, അത് പുഴുങ്ങിയ പോലെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു അഴുകാനുള്ള സമയം, അതായത് നമ്മളിപ്പോ അറക്കപ്പൊടി മിശ്രിതമാണ് നമ്മുടെ പോൾട്രി മാനുവൽ എങ്കിൽ പലതരത്തിലുള്ള ബെഡിങ് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറക്കപ്പൊടി ഉണ്ടാവാം, ഈ ഇലകൾ പൊടിച്ചിട്ടുള്ള ഇതുണ്ടാവാം. അറക്കപ്പൊടി അറക്കപ്പൊടി മണ്ണിൽ വീഴുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മഴയത്തോ അറക്കപ്പൊടി എന്താണ് കാർബൺ അടങ്ങിയിട്ടുള്ള കാർബോണിക് ആസിഡ്, അതിൽ അമ്ലതയുണ്ട്, പ്ലസ് അമോണിയ. രണ്ടും കൂടി ആകുമ്പോഴത്തേക്ക് അസിഡിറ്റി കൂടും മണ്ണിന്. അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ സൂക്ഷ്മജീവികൾ ചത്തുപോകും. അവിടെ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ വേരുകൾക്ക് മൂലകൾ വലിച്ചെടുക്കാൻ പറ്റില്ല. അസിഡിറ്റി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ അലുമിനിയം ടോക്സിസിറ്റി വരാം, അയൺ ടോക്സിസിറ്റി വരും, എല്ലാം നമുക്ക് മോശമാണ്. കോഴിവളത്തിന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെത്ര കാലം വെച്ചു നമ്മൾ നോക്കുക, നമ്മൾ മിനിമം ഒരു 6 മാസമെങ്കിൽ അതിന്റെ ക്യൂറിംഗ് പീരീഡ് പറയും. വിഘടിക്കാനുള്ള സമയം നമ്മൾ വെച്ചിട്ട് മാത്രമേ, അത് പുറത്തല്ല, പുറത്ത് വെച്ചാൽ നൈട്രജൻ നഷ്ടപ്പെടും. നമ്മളൊരു ചാക്കിൽ കെട്ടി മൂലയ്ക്ക് വെച്ചാൽ മതി. എങ്ങനെയാണ് അതിന്റെ ക്യൂറിംഗ് നമ്മൾ മനസ്സിലാവുക? ഒരു മണം ഉണ്ടാവാൻ പാടില്ല. കോഴിക്കാഷ്ടത്തിൽ മണം ഇല്ലെങ്കിൽ അമോണിയ പുറത്തേക്ക് വരുന്നില്ല എന്നതാണ്. അമോണിയ മണം അസിഡിറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. മണമില്ല. അതേപോലെ നമ്മൾ കൈയിട്ട് നോക്കിയാൽ ചൂട് ഉണ്ടാവാൻ പാടില്ല. മിനിമം ചൂട്, നിരത്തി കഴിഞ്ഞാൽ ചൂട് പോകണം കംപ്ലീറ്റ് ആയിട്ട്. ഇതാണ് മൂക്കിന്റെ ടെസ്റ്റ് ചെയ്യുക. എന്തുണ്ടാവാൻ പാടില്ല? ചൂടുണ്ടാവാൻ പാടില്ല, മണം ഉണ്ടാവാൻ പാടില്ല. കംപ്ലീറ്റ്ലി എന്തായി വളമായി മാറി. അതൊരു കോഴി വളർത്തുന്നത് കണ്ടപ്പോൾ മനസ്സിലാവില്ല, അത്രയും പൊടിയായി. അങ്ങനെ മാത്രമേ ഏത് പുളിപ്പരസം കുറയുള്ളൂ. അത് നല്ല സുഖം, നല്ലതാണ്.
കാരണം ആ ഒരു ചെടിക്ക് നല്ലതാണ്, മണ്ണിന് നല്ലതാണ്, സൂക്ഷ്മ ജീവിതം നല്ല. അല്ലെങ്കിൽ ഡെഡ് ഓപ്പോസിറ്റ് ആണ്. കാരണം ഇപ്പോ തമിഴ്നാടിനൊക്കെ ഇറക്കുന്ന സാധനമാണ്, കർഷകർ നല്ല പൈസ കൊടുത്തിട്ടാണ് ഇറക്കുന്നത്. നേരെ കൊണ്ടുപോയി പണിക്കാരെ കിട്ടുന്നതിന്റെ ഒരു പ്രശ്നമൊക്കെ ആയിരിക്കാം. ഇറക്കുന്നു, നേരെ കൊണ്ടുപോയി തട്ടുന്നു, ദോഷമാണ് ചെയ്യുന്നത്. അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കൂടി ചില സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാം. മറ്റൊരു അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് പോകാനുള്ള തിരക്ക് ഞാൻ കാണുന്നുണ്ട് എന്നിട്ട് മുഖത്ത് നിന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പൊളിപ്പിച്ചിരിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ഇല്ല. അത് നിങ്ങളൊന്ന് കാര്യമായിട്ട്